കോന്നിയിലെ NDA സ്ഥാനാർത്ഥി TP സുന്ദരേശൻ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോ എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? പ്രചരണം ഇന്ന് തുടക്കത്തിലെ അപേക്ഷിച്ച് വളരെ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ മാറ്റത്തിന് വേണ്ടി കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത രീതിയിലുള്ള വലിയ ആഭ്യന്തര പ്രശ്നം കോന്നിയിലെ BJP പ്രവർത്തകർക്കിടയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നുള്ള ഒരു ഭയമുണ്ടോ? സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം കോന്നിയിലെ BJPയുടെയും NDAയുടെ മുഴുവൻ ഘടകകക്ഷികളും എന്നോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലുള്ള മുഴുവൻ BJPയുടെയും NDAയുടെ എല്ലാവരും എന്നോടൊപ്പമുണ്ട്. ഒറ്റക്കെട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കോന്നി എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ മത്സരിച്ചപ്പോൾ ലോക്സഭയിലേക്ക് അടക്കം മത്സരിച്ചപ്പോൾ വലിയ തരത്തിൽ വോട്ട് ഷെയർ കിട്ടിയതാണ്. അപ്പോൾ ഈ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ തർക്കമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തർക്കമൊക്കെ എങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു തർക്കത്തിന്റെ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളാണുള്ളത്. അതിലെ റാന്നി 2020യും കോന്നിയിൽ BDAസിനും ഘടകകക്ഷി എന്നതിൽ അനുവദിച്ചു വന്ന സീറ്റിലാണ്, അത് ഏകകണ്ഠമായി തീരുമാനമെടുത്ത് അനുവദിച്ചു വന്ന സീറ്റിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രചരണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുചെല്ലാത്തത്? അതിനുവേണ്ടി NDAയുടെ നേതൃത്വത്തിലുള്ള സമര പരിപാടികൾ നടത്തി. കഴിഞ്ഞ ദിവസം കോന്നി MLA ഓഫീസിലേക്ക് ഒരു വലിയ മാർച്ചും പ്രക്ഷോഭ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. 2 മുന്നണിയെ സംബന്ധിച്ചും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. 2 മുന്നണികളും LDF ആയാലും UDF ആയാലും 2 മുന്നണികളും ഒരേപോലെ തുല്യമായി ഉത്തരവാദിത്തം അതിലുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ LDFും UDFും സംബന്ധിച്ച് കേരളത്തിന് പുറത്ത് അവർ NDAയുടെ ഒരേ മുന്നണികളാണ്, ഒരേ തൂവൽപക്ഷികളാണ്. ഇവിടെ ജനത്തെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇവരെ രണ്ട് ചേരിയായി നിന്ന് മത്സരിക്കുന്നത്. എന്തായാലും കോന്നിയിലെ NDA സ്ഥാനാർത്ഥി TP സുന്ദരേശൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. വിവിധ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നുണ്ട്. താൻ ജയിച്ച് നിയമസഭയിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.